ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. FC ബാഴ്സലോണയിൽ ഇപ്പോൾ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടക്കുകയാണ്. നമുക്കറിയാം, ലാപോർട്ടയുടെ മുഖ്യ എതിരാളി വിക്ടർ ഫോൻ്റ് ആണ്. കുറച്ച് മുൻപ് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിരുന്നു. അതായത് താൻ ബാഴ്സയുടെ പ്രസിഡൻ്റ് ആയിക്കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടാൽ മെസ്സിയെ ബാഴ്സയിലേക്ക് തിരിച്ചെത്തിക്കും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. മെസ്സി FC ബാഴ്സലോണയിലേക്ക് തിരിച്ചെത്തും എന്ന തരത്തിലുള്ള റൂമറുകൾ ഇപ്പോൾ വ്യാപകമാണ്. എന്നാൽ തിരിച്ചെത്തില്ല എന്നുള്ളത് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇതിന് എരിവ് പകർന്നുകൊണ്ട് വിക്ടർ ഫോൻ്റ് ഇപ്പോൾ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി നടത്തിയിട്ടുണ്ട്. അതായത് മെസ്സിയുടെ സർക്കിളുമായി അഥവാ മെസ്സിയുമായി ബന്ധപ്പെട്ട ആളുകളുമായി അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരുന്ന കാര്യം താൻ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് വിക്ടർ ഫോൻ്റ് പറഞ്ഞിട്ടുള്ളത്. ലാപോർട്ടയാണ് ഇനിയും പ്രസിഡന്റ് ആയിക്കൊണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് എങ്കിൽ മെസ്സി വരാനുള്ള യാതൊരുവിധ സാധ്യതകളും ഇല്ല എന്ന് ഫോൻ്റ് ഇപ്പോൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മെസ്സിയുടെ ഫോൺ നമ്പർ എൻ്റെ കൈവശമില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ നമ്പർ എൻ്റെ കൈവശമുണ്ട്. ഞങ്ങളുടെ കയ്യിൽ ഒരു റീബിൽഡിംഗ് പ്രൊജക്റ്റ് ഉണ്ട്. അത് അദ്ദേഹത്തിൻ്റെ സർക്കിളുമായി ഞങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ മെസ്സിയോട് ആവശ്യപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ തവണ ലാപോർട്ട ചെയ്തതുപോലെ മെസ്സിയെ ഉപയോഗിച്ചുകൊണ്ട് ഇലക്ഷൻ വിജയിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ലാപോർട്ടയാണ് ഇനിയും പ്രസിഡന്റ് എങ്കിൽ മെസ്സി ഒരിക്കലും വരില്ല. ഇതാണ് വിക്ടർ ഫോൻ്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് താൻ വിജയിച്ചു കഴിഞ്ഞാൽ മെസ്സി FC ബാഴ്സലോണയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ ലാപോർട്ട മെസ്സിയെ വെച്ചുകൊണ്ടായിരുന്നു ഇലക്ഷൻ പ്രചരണം നടത്തിയിരുന്നത്. അതായത് താൻ വിജയിച്ചു കഴിഞ്ഞാൽ മെസ്സിയുടെ കോൺട്രാക്റ്റ് പുതുക്കും എന്ന വാഗ്ദാനം ലാപോർട്ട ആരാധകർക്ക് നൽകിയിരുന്നു. അങ്ങനെ ലാപോർട്ട വിജയിക്കുകയും ചെയ്തു. പക്ഷെ പിന്നീട് ലാപോർട്ട മെസ്സിയെ ബാഴ്സയിൽ നിലനിർത്താൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ മെസ്സിക്ക് ക്ലബ്ബ് വിടേണ്ടി വന്ന ഒരു സാഹചര്യം ഉടലെടുക്കുകയായിരുന്നു. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.